നമസ്കാരം, ശിവരിച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് BA Sem 2 ആഖ്യാനം ആവിഷ്കാരം എന്ന പുസ്തകത്തിലെ സൂത്രധാരൻ എന്ന നാടകത്തിൻ്റെ ഒരു ലേഖന ഭാഗത്തേക്ക് പോവാം. സൂത്രധാരൻ എന്ന നാടകം മലയാളത്തിലെ പ്രശസ്ത നാടകകൃത്തായ KT മുഹമ്മദാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ നാടകത്തിൻ്റെ ഒരു പഠനമാണ് അടുത്ത് നടത്തുന്നത്. നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതി നിരവധി അവാർഡുകളൊക്കെ ലഭിച്ച വ്യക്തിയാണ്. എഴുത്തുകാരൻ, നാടകകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. അപ്പോൾ ഈ നാടകങ്ങളെന്ന് പറഞ്ഞാൽ അന്നത്തെ യാഥാസ്ഥിതിക മലയാള സമൂഹത്തിനെ കണ്ണു തുറപ്പിക്കാൻ പറ്റിയ നാടകങ്ങളായിരുന്നു KTയുടെ നാടകം. അപ്പം അങ്ങനെയുള്ള ഒരു നാടകമാണ്. അപ്പോൾ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അദ്ദേഹം ജീവിതത്തിലെ പരിസരത്തിൽ നമ്മൾ കാണുന്ന ചുറ്റുപാട് കാണുന്ന കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം നാടകത്തിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത്. അപ്പൊ സൂത്രധാരൻ എന്ന വാക്കിന്റെ അർത്ഥം സൂത്രം ധരിക്കുന്നവൻ എന്നാണ്. സൂത്രം എന്നാൽ ചരട്. അപ്പൊ പഴയകാല നാടകങ്ങളെല്ലാം സൂത്രധാരൻ ഒരു പ്രധാന കഥാപാത്രമാണല്ലോ. അപ്പൊ നാടക അവതരണത്തിന് നേതൃത്വം നൽകുന്നതും സൂത്രധാരനാണ്. നാടകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയും കൂടെയായിരുന്നു സൂത്രധാരൻ. സൂത്രധാരൻ തന്നെ നാടകത്തിൽ അഭിനയിക്കുകയും നാടകത്തിലെ കഥാപാത്രമായിട്ട് മാറുകയും നാടകത്തിന്റെ ഇടയിലെ കഥകൾ വന്ന് വിവരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ പഴയ നാടക സമ്പ്രദായത്തിലാണ് ഇതിന്റെ രചന. സ്ഥലകാല ക്രിയകളും കഥകളും നിയന്ത്രിക്കുക, സ്ഥലകാല ക്രിയകളെ വിശദീകരിക്കുക, കഥകൾ നിയന്ത്രിക്കുക, ഇതൊക്കെയാണ് സൂത്രധാരന്റെ ജോലി. അപ്പൊ സൂത്രധാരന് ഒരു നാടകകൃത്തിനെ തേടി ഇറങ്ങേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ. ഒടുവിൽ അയാളുടെ സിനിമാ നിർമ്മാതാവിനെയാണ് കണ്ടെത്തുന്നത്. അപ്പൊ സൂത്രധാരനും നിർമ്മാതാവും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് നാടകം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ നാടകത്തിനകത്തൊരു സിനിമ എന്നൊരു സങ്കേതത്തിലാണ് ഈ നാടകം എഴുതപ്പെട്ടിരിക്കുന്നത്. പണത്തിന് വേണ്ടി മനുഷ്യനല്ലാതായി തീരുന്നു. അപ്പൊ ഈ നാടകത്തിൽ പലയിടത്തും പണത്തിന് മീതെ പരുന്തും പറക്കില്ല, യഥാർത്ഥത്തിൽ ലോകം ഭരിക്കുന്നത് പണമാണ്, ഇവനുള്ളിടത്താണ് എല്ലാം നടക്കുന്നത്, ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഇവനാണെന്നൊക്കെ പണത്തെ പറയുന്നു. പണത്തിന് വേണ്ടി മനുഷ്യനല്ലാതായി തീരുന്നു എന്ന് നിർമ്മാതാവ് പറയുന്നു. അപ്പൊ പണ്ട് ഉള്ള ഭാഗ്യപരീക്ഷണങ്ങളായ ആനമയിൽ ഒട്ടകം തൊട്ട് ഇന്നത്തെ ഭാഗ്യക്കുറി ടിക്കറ്റ് വരെ പണത്തിന് വേണ്ടിയാണ്. പിന്നെ രാജാക്കന്മാർ ചൂത് കളിച്ച് ധനം സമ്പാദിക്കാനാണ് നോക്കുന്നത്. ഭാര്യയെ വരെ പണയം വെച്ച് കളിച്ചവരാണ് നമ്മുടെ പുരാണ രാജാക്കന്മാർ. അപ്പൊ ഇപ്പോൾ ഭരണാധികാരികൾ മനുഷ്യരെ പണയം വെച്ച് കളിക്കുന്നു എന്നിവിടെ കളിയാക്കുന്നു. ഇതിലെ മുഖ്യ കഥാപാത്രം ജയദേവനാണ്. അവൻ ചീട്ടുകളിക്കും മദ്യപാനത്തിന് അടിമയാണ്. പക്ഷെ എൻ്റെ അച്ഛൻ്റെ കച്ചവടം നോക്കി നടത്തിയിരുന്നെങ്കിൽ അവന് മാന്യമായി ജീവിക്കാമായിരുന്നു. പണത്തിന് വേണ്ടി സഹോദരിയുടെ കമ്മൽ വരെ അവൻ അഴിക്കാൻ തയ്യാറാവുന്നു. ഈ തരത്തിലാണ് നിർമ്മാതാവ് ജയനെ അവതരിപ്പിക്കുന്നത്. തുടർന്ന് ജയനെ നന്നാക്കാനായി ജയന്റെ അച്ഛനും അമ്മാവനും ഒക്കെ ചേർന്ന് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. അവളൊരു പാവ സ്ത്രീയായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്ത്രീധന തുകയും പണവും സ്വർണവും ഒക്കെ പണയം വെച്ച് ചീട്ട് കളിക്കുന്ന അവനെ അവന്റെ അച്ഛൻ പരമു വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. എന്നിട്ട് അവൻ ക്ലബിനടുത്ത് തന്നെ ഒരു സ്ഥലത്ത് താമസമാക്കി മദ്യപാനത്തിനും അടിമയായി. അപ്പോൾ സുഖമില്ലാത്ത അവന്റെ അമ്മ ജയനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവൻ ആ വീട്ടിലേക്ക് വന്നില്ല. അപ്പൊ ജയന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്ന അമ്മിണി സുശീല എന്ന ജയന്റെ ഭാര്യയുമായി അവന്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവൻ അവളെ അവിടെ നിന്നും ഇറക്കി വിട്ടു. പിന്നീട് പണം കിട്ടിയപ്പോൾ ആ പണവുമായിട്ട് വീട്ടിൽ ചെന്നെങ്കിലും അവനെ അച്ഛനെ വീട്ടിലേക്ക് കയറ്റിയില്ല. അവനെ കണ്ടതിന് ശേഷമാണ് അമ്മ മരിക്കുന്നത്. സുശീലയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരും അവനെ അവഗണിച്ചു. അങ്ങനെ അവൻ തകർന്നു പോയി. അപ്പൊ പണം ഒന്നിനും മതിയായി വരുന്നില്ല എന്നൊരു ചിന്തയിൽ അവൻ മദ്യപാനിയായി വീണ്ടും കഷ്ടപ്പെടുന്നു. അപ്പൊ അവസാനം ഇവന് നഷ്ടപ്പെട്ട പണമെല്ലാം ഗോപാലൻ എന്ന ഇവന്റെ കൂട്ടുകാരൻ വഴി ഇവന് തിരികെ ലഭിക്കുകയും എല്ലാ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിക്കുകയും ചെയ്യുന്ന ശുഭപര്യവസ്ഥയായിട്ടാണ് ഈ നാടകം അവസാനിക്കുന്നത്. അപ്പോൾ ആ നാടകം ഒരു സിനിമ എന്ന രീതിയിലാണ് അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സിനിമയ്ക്കുള്ളിലേക്ക് എന്തൊക്കെ നടത്തണം എന്നുള്ളത് നിർമ്മാതാവും സൂത്രധാരനും ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ മലയാള സിനിമയിൽ തന്നെ ക്ലൈമാക്സ് രംഗങ്ങൾ സിനിമ ഇറങ്ങിയിട്ട് പോലും പിന്നീട് ചിത്രീകരിച്ചിട്ടില്ലേ. 2 ക്ലൈമാക്സ് ഇട്ട സിനിമകളുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അതുപോലെയാണ്. പണം കളവ് പോയത് മൂലം ദരിദ്രനായി തീർന്ന ജയന്റെ അടുത്തേക്ക് സുശീല തിരിച്ചു വരുന്നിടത്താണ് സൂത്രധാരൻ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. എന്നാൽ നിർമ്മാതാവ് പറയുന്നത് പണം പ്രധാനമാണ്, പണത്തിന് മീതെ പരുന്തും പറക്കില്ല. അതിലേക്ക് തന്നെ ഒടുവിൽ സിനിമ എത്തിച്ചേരുന്നു.
അപ്പൊ അയാൾ പറയുന്നു, അപ്പൊ സൂത്രധാരൻ പറയുന്നു, എന്റെ ക്ലൈമാക്സ് മനസ്സിന്റെയും മനുഷ്യന്റെയും ക്ലൈമാക്സ് ആയിരുന്നു. നിങ്ങളുടെ ക്ലൈമാക്സ് പണവും പരുന്തുമുള്ള നിങ്ങളുടെ ക്ലൈമാക്സ്, കഥാപാത്രങ്ങളെ കരഞ്ഞ് കളിപ്പിക്കുന്ന സിനിമാക്കാരുടെ ക്ലൈമാക്സ് എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പൊ ജീവിതത്തിന്റെ ചൂടും ചൂരും യാഥാർത്ഥ്യ ബോധവും എങ്ങനെയാണ് മാറിപ്പോകുന്നതെന്ന് KT മുഹമ്മദ് ഈ നാടകത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. സിനിമ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന രീതി, സുശീലെ ജയൻ ചവിട്ടി പുറത്താക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, അപ്പൊ കുറച്ചുകൂടെ മൃഗീയമാക്കണം ആ തല്ലൽ എന്നൊക്കെ നിർമ്മാതാവ് പറയുന്നുണ്ട്. അപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ കണ്ണും കരളും കലങ്ങും. അപ്പൊ സൂത്രധാരൻ പറയുന്ന, അങ്ങനെയാണെങ്കിൽ കുറച്ച് കല്ലുകൂടെ എടുത്തു വെച്ചിട്ട് നമുക്ക് പിന്നെ സിനിമ കാണിക്കാം, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളെ എറിഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്നു. അപ്പൊ സ്ത്രീകളുടെ കണ്ണുനീർ വിറ്റ് കാശാക്കുന്ന സിനിമാക്കാരെ കുറിച്ച് ഇവിടെ പറയുന്നു. ജീവിതത്തെയും സിനിമയും വിമർശിക്കുന്ന ചാക്യാർ കൂത്തിലെ ചാക്യാരെ പോലെയാണ് ഇവിടെ സൂത്രധാരൻ പെരുമാറുന്നത്. അപ്പൊ ഈ നാടകത്തിലെ മെയിൻ കഥാപാത്രങ്ങള് ജയൻ, അവന്റെ അച്ഛൻ പരമു, അവന്റെ ഭാര്യ സുശീല എന്നിവരാണ്. അപ്പോൾ ഇതൊരു സമൂഹത്തിൽ നമ്മുടെ ചുറ്റും കാണുന്ന ആളുകളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ടുള്ള ഒരു നാടകമായിട്ട് ഈ സൂത്രധാരൻ എന്ന നാടകം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിന്റെ ആശയം മനസ്സിലാക്കുക, കഥാപാത്രങ്ങളെ കുറിച്ച് അറിയാൻ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.